ഗുഡ് ഈവനിങ് ഫാദർ. എന്താ സെലീൻ പതിവില്ലാതെ ഇങ്ങനെ മുഖവരയിട്ട് സംസാരിക്കുന്നത്? അലീൻ എന്തെങ്കിലും കുഴപ്പപ്പിച്ചോ? ആ ഇവളെ കൊണ്ട് ഞാൻ തോറ്റച്ചാ. എന്തു പറ്റി? ഇവളുടെ പപ്പ ഗൾഫിൽ നിന്നും ഓരോന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് ചോദിക്കുമ്പോഴാണ് മറുപടി കൊടുക്കാൻ കഴിയാതെ ഞാൻ കിടന്ന് ചൂളുന്നത്. എന്താ അലീനെ പ്രശ്നം? ഒന്നുമില്ല ഫാദർ. അലീനയ്ക്ക് മടത്തിൽ ചേരണമെന്ന് പറഞ്ഞ് അവൾ പപ്പനെ വിളിച്ചു. അപ്പൊ തന്നെ എന്നെ വിളിച്ചു. ആ കരുണയല്ലേ ഉള്ളൂ, അതിനെങ്ങനെയാ മടത്തിൽ ചേർത്തണേന്ന് ചോദിച്ചു. ഞാൻ ഇവളോട് ചോദിച്ചപ്പോ ഇവൾ എന്നോട് കമാന്നൊരു അക്ഷരം ഇടുന്നില്ല. കാര്യം നിസ്സാരാണെങ്കിലും പ്രശ്നങ്ങളുടെ പോക്ക് ഗുരുതരാവസ്ഥയിലേക്കാണ്. മടത്തിൽ പോണമെന്ന് തീരുമാനിച്ച അത് അമ്മോട് തുറന്നു പറഞ്ഞൂടെ? അച്ഛ, അവിടെയാണ് പ്രശ്നം. എനിക്കൊരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്നില്ല. ടോട്ടൽ കൺഫ്യൂഷൻ ആയിപ്പോ. നേഴ്സിംഗ് വേണോ അതോ മടത്തിൽ ചേരണോ? ഈ പ്രതിസന്ധിയിലൂടെയാണ് അലീനപ്പൊ കടന്നു പോകുന്നത് അല്ലേ? യെസ് ഫാദർ. ഏതൊരു പ്രതിസന്ധിയെ നേരിടാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ഒന്നുകിൽ അതിനെ നേരിടുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചു കൊടുക്കാം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. അലീന, നീ ഇപ്പൊ എൻട്രൻസ് ട്രൈ ചെയ്തോണ്ടിരിക്കല്ലേ? അതെ അച്ഛാ. എക്സാമിന് ഇനി കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ. അതുവരെ മറ്റു ചിന്തകൾ ഒന്നും വേണ്ട. പൂർണ്ണമായിട്ടും പഠിപ്പിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. എക്സാം ഒക്കെ കഴിഞ്ഞ് മഠത്തിലേക്കൊരു വിളിയുണ്ടെന്ന് തോന്നിയ അന്ന് നമുക്ക് വീണ്ടും ഒരു തീരുമാനത്തിലെത്താം. എന്താ സെലീൻ, അങ്ങനെ പോരെ? ഓ മതി അച്ഛോ. അലീന, സന്യാസം അതൊരു വിളിയാണ്. അലീനയ്ക്കുള്ള വിളി അത് അലീനയ്ക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. ഈ വിളിയോടൊപ്പം പ്രതിസന്ധികളുണ്ടാകും, കഷ്ടപ്പാടുകളും സഹനങ്ങളും ഉണ്ടാകും. അതിനെല്ലാം തരണം ചെയ്താലേ നല്ലൊരു സന്യാസിനിയാവാൻ പറ്റൂ. സെലീൻ, ഇനി ഈ കാര്യം പറഞ്ഞ് അലീനയെ ബുദ്ധിമുട്ടിക്കരുത്. ആരാധനയ്ക്ക് സമയായി. അലീന, മഠത്തിൽ ചേരാൻ എളുപ്പ. വിശുദ്ധ മറിയം ത്രേസ്യയെ പോലെ മഠത്തിൽ നിന്നും വാൾത്താരയിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നും പഠിച്ചിട്ട് കേറുന്നില്ലല്ലോ. അലീനയ്ക്കുള്ള വിളി അത് അലീനയ്ക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. ഈ വിളിയോടൊപ്പം പ്രതിസന്ധികളുണ്ടാകും, കഷ്ടപ്പാടുകളും സഹനങ്ങളും ഉണ്ടാകും. അതിനെല്ലാം തരണം ചെയ്താലേ നല്ലൊരു സന്യാസിനിയാവാൻ പറ്റൂ. കർത്താവെ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങയ്ക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. മോളെ, ആരാണെന്ന് പോയി നോക്കിയേ. വെള്ളം കിട്ടാനാ മോളെ? ഞാനിവിടെ അടുത്ത് പണിക്ക് വന്നിട്ടുള്ളൊരു ആശാരിയാ. കുറച്ച് വെള്ളം വേണം.
ഗ്ലാസ് വേണ്ട. ഈ ജഗ് പണി കഴിഞ്ഞ് പോകുമ്പോ തന്നാ മതിയാ? ഓ മതി. കിഴക്കേ വീട്ടിൽ വല്ല പണിക്കാരെത്തിയോ? വെള്ളം വാങ്ങാൻ വന്നത് ഏതോ ആശാരി എന്നാ പറഞ്ഞത്. ഇതാരാ അമ്മേ സ്ഥലം വാങ്ങിയിരിക്കുന്നേ? ഏതോ വരത്തന്മാരാ, അവരെല്ലാം വിദേശത്താ. ഏറെ വൈകാതെ അവരോട് താമസാക്കൂലേ? ഡി, നീ അത് നന്നാക്കി കഴിഞ്ഞെങ്കിൽ തന്നേ. വികാരിച്ചും കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. എന്താ നിന്റെ പ്ലാൻ? നേഴ്സിങ്ങിനാണെങ്കിൽ ഇപ്പോൾ യൂറോപ്പിൽ ഭയങ്കര സ്കോപ്പാന്നാ പറയുന്നത്. ഈ നഴ്സിംഗിന് നല്ല സ്കോപ്പാന്നുള്ളത് അമ്മ എഡിറ്റ് ചെയ്ത് ചേർത്തല്ലേ? മോളെ, ഇതാ ജഗ്. ഇന്നെന്താ പണി നേരത്തെ കഴിഞ്ഞോ? ഇന്ന് കുറച്ച് നേരത്തെ നിർത്തി. നിങ്ങൾ ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. വീട് ദൂരെയാണോ? ഏയ്, പുഴയ്ക്ക് അക്കരയാ. ഇക്കരക്ക് ജോലിക്ക് അധികമൊന്നും വരാറില്ല. ഓ, അതുകൊണ്ടാ മുഖപരിചയം ഇല്ലാത്തത്. അല്ല, മോളുടെ പേരെന്താ? അലീന. ആ, അലീന മോള് പഠിക്കുക? ആ, എൻട്രൻസിന് ട്രൈ ചെയ്യുന്നു. ആ, മോളെ, കൂടെ പണിയാൻ ആള് കുറവാ. കാവലെ പോയി 1-2 പേര് ഒപ്പിക്കണം. അതുകൊണ്ടാണ് നേരത്തെ നിർത്തിയത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? കെട്ടിയോളും മോനും മാത്രമേ ഉള്ളൂ. ആ, മോളെ ഞാൻ പോട്ടെ. നേരം വൈകിയാലേ കവലി നാളെ പിടിക്കാൻ പാടാ. ഏ, മറ്റൊരു ഉപമ അവൻ അവരോട് അരുളി ചെയ്തു. സ്വർഗരാജ്യം 3 ഇടങ്ങഴി മാവിൽ പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പ് പോലെയാകുന്നു. നമ്മുടെ കർത്താവ് യേശുവിനെ സ്തുതി. മോളോ, ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു. എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നെ. ആ, പിന്നെ ഇതിന് എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി തരും. തീർച്ചയായിട്ടും ഉണ്ടാക്കി തരാൻ പറ്റും. എൻ്റെ മോനെ നല്ല രീതിയിൽ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാ. അവന്റെ കയ്യിൽ കൊടുത്താൽ ഇതൊരു നല്ല ശില്പമായിട്ട് മാറും. ഇതിന് ശില്പം കുത്തിയെടുക്കാൻ പറ്റുമോ? പിന്നെ നല്ലൊരു പണിക്കാരന് ഏത് മരത്തിൽ നിന്നും നല്ല ശില്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ സമയമെടുക്കും. എത്ര ദിവസം എടുക്കും? കൂടി ഒരാഴ്ച. എന്നാ ഞാൻ പോട്ടെ. ഓ, പാത്രം കൊണ്ടുവരണേ. ഓ, കൊണ്ടുവരാം. ജൽദി ജൽദി ജൽദി. അങ്കിളെ, ഹലോ ഹലോ അങ്കിളെ, മോള് ഇവിടെ വന്നിരിക്കുക. അല്ല, ഈ ജഗ് എവിടെ വെക്കണ്ടേ? അതാ ഫ്രണ്ടി വെച്ചു. ഓ,
പിന്നെ എന്റെ മരക്കുറ്റി എടുത്തിട്ടുണ്ടോ? ദേ ഇതിനകത്തുണ്ട്. വെരി ഗുഡ്. ഉം. നിങ്ങളുടെ മോന്റെ പേരെന്താ? ആ, ഇമ്മാനുവേൽ. അപ്പൊ അങ്കിളിന്റെയോ? ഏ? ജോസഫ്. ഈ മോളുടെ അപ്പന്റെ പേര് ജോസഫ്, മകന്റെ പേര് ഇമ്മാനുവൽ. അപ്പോ അമ്മയുടെ പേര് മേരി എന്നായിരിക്കും. ഇല്ല, ആയിട്ടില്ല. 2 ദിവസം കൂടി കഴിഞ്ഞ്. ഓ നിങ്ങളുടെ മോന്റെ പേരെന്താ? ഇമ്മാനുവേൽ. ആ മോളെ വാ. ആ. ആ, ഇതാ. എങ്ങനെയുണ്ട് മോളെ? അങ്കിളെ സൂപ്പർ. ആ. ശില്പം ഉണ്ടാക്കുന്നു പറഞ്ഞപ്പോ ദേ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആ, അവനിത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ ഞാൻ മോളെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്തു പറഞ്ഞിരുന്നു? മോള് മിടുക്കിയാണ്, ദൈവഭയമുള്ള കുട്ടിയാണ്, പൂക്കളെയും പൂന്തോട്ടത്തെയും ഇഷ്ടപ്പെടുന്നവളാണ് എന്നൊക്കെ. താങ്ക് യു. ഈ സമ്മാനത്തിനും അങ്കിൾ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞിരുന്നു. അങ്കിളെ, അങ്കിൾ എന്താ മോനെ കൂടെ കൂട്ടായിരുന്നത്? ഇമ്മാനുവേലിന് കൊത്തുപണിയിലാ താല്പര്യം. ആഹാ. വാതിലും ജനലും ഒന്നും ഉണ്ടാക്കാൻ അവന് താല്പര്യമില്ല. പക്ഷേ ഞാൻ വീട്ടിലിരുന്ന് പണിയുമ്പോ അവൻ എന്റെ കൂടെ സഹായിക്കാൻ കൂടും. ഇമ്മാനുവേൽ അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ദേഷ്യക്കാരനാണോ? അല്ലല്ല. ഇമ്മാനുവേലിന് കൂട്ടെപ്പോഴും കൊച്ചു കുട്ടികളാ. പിന്നെ ഇടയ്ക്ക് ടൗണിൽ പോകും. അവിടെ അനാഥാലയത്തിൽ സഹായിക്കുന്നുണ്ട്. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാ അവർക്ക് ജീവനാ. ഇമ്മാനുവൽ. അപ്പോ പേര് ശരിക്കും ഗുണം ചെയ്തു. ആ, ഇമ്മാനുവേൽ. അവന്റെ അമ്മയാ ഈ പേര് പറഞ്ഞു തന്നത്. ഇമ്മാനുവൽ, ദൈവപുത്രൻ. ധാരാളം ഇതുപോലുള്ള ശില്പങ്ങൾ വീട്ടിലുണ്ട്. ഒരു ദിവസം മോള് വീട്ടിൽ വാ. ഞാൻ വരും, തീർച്ചയായും വരും. എല്ലാം കാണണം. കൂട്ടത്തിൽ ഇമ്മാനുവലിനെ. ഓ, ഇമ്മാനുവേലിന്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് വരുന്നില്ല. ക്രിസ്മസ് അല്ലേ, അവൻ നല്ല തിരക്കില. ഏതായാലും മോള് വീട്ടിൽ പോ. ആ, ഞാൻ പോട്ടെ. നിക്കങ്ങളെ, വെള്ളം വേണ്ടേ? ആ, അപ്പൊ ശരി എന്നാ. ആ. അവരുടെ പണി തീരാറായിന്ന ആശാരി പറഞ്ഞേ. അമ്മേ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പണി നടത്താനുണ്ടോ? അല്ല, ഇനി വല്ല കൊത്തുപണിയോ ഉണ്ടെങ്കിൽ
എൻ്റെ അടുത്ത് ഒരാളുണ്ട്. ആരാ? ആ സ്ഥിരം വെള്ളം വാങ്ങിക്കാൻ വരുന്ന ആ ശരിയാണോ? ആങ്കിളല്ല, അദ്ദേഹത്തിന്റെ മകൻ ഇമ്മാനുവൽ. അമ്മേ, ഞാൻ നാളെ ഒരിടം വരെ പോട്ടെ. എങ്ങോട്ട്? പുഴയ്ക്കക്കരയ്ക്ക. അവിടെ ഇമ്മാനുവലും കൂട്ടുകാരും ചേർന്ന് ഒരു വലിയ പുൽക്കൂടുണ്ടാക്കുന്നുണ്ട്. അതൊന്ന് കാണണം. പിന്നെ ആശാരിയുടെ വീടും. നീ അപ്പനോട് വിളിച്ചു നോക്കിയേ. ഗൾഫിലുള്ള പപ്പയോട്. മമ്മിക്ക് വിടാൻ പറ്റുമെങ്കിൽ അത് പറ. പെട്ടെന്ന് പോയി തിരിച്ചു വരുമോ? എങ്കിൽ പൊക്കോ. ശരിക്കും? താങ്ക് യു. ഇവിടെ ഇരുന്നിട്ടാണ് അവന് ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്. ആ അതെ, വീടെത്തിയല്ലോ. നമുക്ക് നോക്കാം. ദേ ഇവിടെ വരുന്ന ആരുണ്ടാ? അതെ, അധികം വളച്ചു കെട്ടി പറയണ്ട. കൂടെയുള്ളത് അലീനല്ലേ? അവളോട് കേറി വരാൻ പറയും. അലിന, അലിന മോളെ, എന്തോ? ദേ കരോള് വരുന്നു. ഇമാനുവൽ അതിലുണ്ടാവും ചിലപ്പോ. ദേ അവിടെ. ഇമ്മാനുവൽ? യെസ്, ഇമ്മാനുവൽ. അലീനോ, 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 എടി അലീന, വാതിൽ തുറക്ക്. എടി എഴുന്നേൽക്കാൻ, വാതിൽ തുറക്കാനാ പറഞ്ഞേ.
നീ ഇത് എന്ത് ഭാവിച്ചാ? സമയം എത്രയായിന്നറിയോ? 9 മണി. അല്ലമ്മേ, വെള്ളം വാങ്ങാൻ ആശാരി വന്നോ? ഏതാ ശരി? അപ്പുറത്തെ വീട് പണിക്ക് വന്ന ആശാരി. 10-18 വയസ്സായ പെൺകുട്ടിയാ. നട്ടുച്ച വരെ കിടന്നുറങ്ങിയിട്ട് ഇപ്പൊ ആശാരിനി തപ്പി നടക്കണം. നിനക്കിത് എന്തിന്റെ കേടാ? വന്ന് വല്ല ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഞാനിവിടെ അടുത്ത് പണിക്ക് വന്നിട്ടുള്ള ഒരു ആശാരിയാ. കുറച്ച് വെള്ളം. ജോസഫ്,